Good morning to all of you. In Study Center പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഉപഭോക്തൃ പെരുമാറ്റം എന്ന ആ ഭാഗത്ത് ഉപഭോക്താവിന്റെ സന്തുലനാവസ്ഥ എന്നൊരു ടോപ്പിക്കാണ്. ഉപഭോക്തൃ സന്തുലനാവസ്ഥ എന്താണ് സന്തുലനാവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു സാധനം ഉപയോഗിച്ചതിൽ നിന്നും ഉപഭോക്താവിന് ലഭിക്കുന്ന പരമാവധി സംതൃപ്തിയാണ്. ഒരു സാധനം ഉപയോഗിച്ചതിൽ നിന്നും ഉപഭോക്താവിന് ലഭിക്കുന്ന പരമാവധി സംതൃപ്തിയാണ് എന്തെന്ന് പറയുന്നത്? ഉപഭോക്താവിന്റെ സന്തുലനാവസ്ഥ എന്ന് പറയുന്നത്. ഈ ഉപഭോക്താവിന് എങ്ങനെയാണ് സന്തുലനാവസ്ഥ വരുന്നതെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോളാം. അതായത് ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവും നിസ്സംഗതാ വക്രത്തിന്റെ ചെരിവും തമ്മിൽ യോജിക്കുന്ന ടാൻജന്റ് ആയിട്ടുള്ള യോജിക്കുന്ന ഭാഗമാണ് ഉപഭോക്താവിന് സന്തുലനാവസ്ഥ ഉണ്ടാവുന്നത്. അതിന് ഒരു ഡയഗ്രത്തിലൂടെ കാണിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഇത് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് M/P1 M/P2. ഇവിടെ നമുക്ക് കുറെ ഇൻഡിഫറൻസ് കർവ് കാണാനായിട്ട് പറ്റും. ശ്രദ്ധിക്കുക. ഇത് IC1 IC2 IC3. എന്താണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാല്? ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഉപഭോക്താവ് തന്റെ കൈവശമുള്ള പണം പൂർണ്ണമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന രണ്ട് സാധനങ്ങളുടെ സംയോഗങ്ങളെ കൂട്ടിച്ചേർത്ത് വരയ്ക്കുന്ന രേഖയാണ് ബഡ്ജറ്റ് ലൈൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഉപഭോക്താവ് തന്റെ കൈവശമുള്ള പണം മുഴുവനായിട്ട് ഉപയോഗിച്ച് അയാൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രണ്ട് സാധനങ്ങളുടെ സംയോഗങ്ങളെ മൊത്തം കൂട്ടിച്ചേർത്ത് വരയ്ക്കുന്ന ഒരു വക്രമാണ് എന്തെന്ന് പറയുന്നത്? ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് നമ്മൾ എന്തുമായി ബന്ധപ്പെട്ടാണ് അതിന് പറയുന്നത്? ഓർഡിനൽ യൂട്ടിലിറ്റി. J.R. ഹിക്സ് ആണ് കൊണ്ടുവന്നത്. ഓർഡിനൽ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഓർഡിനൽ യൂട്ടിലിറ്റി പറഞ്ഞാൽ എന്താണ്? അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അതായത് ഉപഭോക്താവിന് തനിക്ക് കിട്ടുന്ന സംതൃപ്തി അളക്കാനായിട്ട് പറ്റില്ല, ജസ്റ്റ് കമ്പയർ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അയാൾക്ക് കിട്ടുന്ന സംതൃപ്തിയെ അളക്കാൻ പറ്റില്ല, കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. അതുമായി ബന്ധപ്പെട്ട അതിനെയാണ് ഇൻഡിഫറൻസ് കർവ്, നിസ്സംഗതാ വക്രം എന്നുകൂടെ നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. അത് ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് J.R. ഹിക്സ് ആണ്. എന്താണ് ഇൻഡിഫറൻസ് കർവ് സൂചിപ്പിക്കുന്നത്? ഉപഭോക്താവിന്റെ സംതൃപ്തി, അതിന്റെ തുല്യത. അതായത് തുല്യതയും പരമാവധിയും സംതൃപ്തി നൽകുന്ന രണ്ട് സാധനങ്ങളുടെ തുല്യവും പരമാവധി സംതൃപ്തി നൽകുന്ന രണ്ട് സാധനങ്ങളുടെ സംയോഗങ്ങളെ കൂട്ടിച്ചേർത്ത് വരയ്ക്കുന്ന വക്രമാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ നിസ്സംഗതാ വക്രം എന്ന് പറയുന്നത്. ഈ നിസ്സംഗതാ വക്രം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഒന്നാണെങ്കിൽ അത് നിസ്സംഗതാ വക്രവും, ഒരു കൂട്ടമാണെങ്കിൽ അതിനെ നിസ്സംഗതാ ഭൂപടം എന്നും പറയുന്നു. നിസ്സംഗതാ വക്രം മുകളിലോട്ട് പോകുന്തോറും ഉയർന്ന സംതൃപ്തിയും താഴോട്ട് പോകുന്തോറും താഴ്ന്ന സംതൃപ്തിയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉപഭോക്താവിന് സംതൃപ്തി നൽകുന്നത് ശ്രദ്ധിക്കുക. ഈ സംതൃപ്തി നൽകുന്നത് ഈ ബിന്ദുവാണ്, ഇക്വിലിബ്രിയം. അതായത് ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും, അതായത് ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവും ഇൻഡിഫറൻസ് കർവിന്റെ ചെരിവ്. ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവ്, ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -P1/P2 ആണ്. -P1/P2. അതായത് ഗുഡ് 1ഉം ഗുഡ് 2ഉം വില തമ്മിൽ ഡിവൈഡ് ചെയ്ത് ആ -P1/P2 ആണ്. അത് ചെയ്താലാണ് നമുക്ക് ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. ഇൻഡിഫറൻസ് കർവ് എന്തുകൊണ്ടാണ് കോൺവെക്സ് ആവുന്നത്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അറിയാലോ. അതായത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ എന്താണ്? സീമാന്ത പ്രതിസ്ഥാപന നിരക്ക്. അത് പറഞ്ഞാൽ എന്താണ്? അതായത് ഗുഡ് 1ന്റെ ഒരു മാത്രയെങ്കിലും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ത്യജിക്കപ്പെടുന്ന അധിക അളവ് ഗുഡ് 2.
അതായത് എന്താണ് ഗുഡ് 1ന്റെ ഒരു മാത്രം അധികം കിട്ടുന്നതിന് വേണ്ടി ത്യജിക്കപ്പെടുന്ന അധിക അളവ് ഗുഡ് 2ന്റെ അളവാണ് എന്തെന്ന് പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതെന്ന് പറഞ്ഞാൽ ഡെൽറ്റ x2 ബൈ ഡെൽറ്റ x1. ഇതാണ് മാർജിനൽ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക്. അപ്പൊ ബഡ്ജറ്റ് ലൈനിന്റെ -P1/P2 അതിന്റെ ചെരിവും അതേപോലെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് അത് ഇൻഡിഫറൻസ് കർവിന്റെ ചെരിവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിലാണ് ഉപഭോക്താവിന് സന്തുലനാവസ്ഥ കിട്ടുന്നത്. അതിന് മുമ്പ് രണ്ട് ഇൻഡിഫറൻസ് കർവ് കാണാൻ പറ്റും. ഒന്ന് IC1 എന്ന ഇൻഡിഫറൻസ് കർവ്, പിന്നെ IC3 എന്ന ഇൻഡിഫറൻസ് കർവ്. ഈ IC1 എന്ന ഇൻഡിഫറൻസ് കർവ് ബഡ്ജറ്റ് ലൈനിന് താഴെയല്ലേ IC1 എന്ന ഇൻഡിഫറൻസ് കർവ്. അപ്പൊ അയാൾക്ക് കുറച്ച് മാത്രമേ സാധനങ്ങൾ വാങ്ങിക്കുന്നുള്ളൂ, അയാളുടെ സംതൃപ്തി കുറവാണ് അല്ലെ. IC2 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ 3 ഇൻഡിഫറൻസ് കർവ് കാണാൻ പറ്റും. IC1, IC2, IC3. അപ്പൊ ഈ IC1 എന്ന് പറയുന്നത് ഈ IC2 താഴെയാണ്, ബഡ്ജറ്റ് ലൈനേക്കാൾ താഴെയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ് സംതൃപ്തി വളരെയധികം കുറവാണ്. അതുകൊണ്ട് അവിടെ സംതൃപ്തി എന്ന് പറയുന്നത് കുറവാണ്. മനസ്സിലായോ? അവിടെ നല്ല മേന്മയുള്ള സംതൃപ്തിയല്ല കിട്ടുന്നത്. അതേസമയം IC3 എന്ന് പറഞ്ഞു നോക്കൂ, ഇൻഡിഫറൻസ് കർവ് സംതൃപ്തി കൂടുതലാണെങ്കിലും അത് എന്തിനേക്കാൾ കൂടുതലാണ്? അതായത് ഉപഭോക്താവിന്റെ ബഡ്ജറ്റ് ലൈനേക്കാൾ കൂടുതൽ. ഉപഭോക്താവിന്റെ ബഡ്ജറ്റ് ലൈനേക്കാൾ കൂടുതൽ പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉപഭോക്താവിന്റെ കയ്യിലുള്ള പൈസയേക്കാൾ കൂടുതൽ അളവ് ചെലവാക്കിയാൽ മാത്രമേ ഈ ഇൻഡിഫറൻസ് കർവിൽ ഒരു സാധനം വാങ്ങിക്കാൻ അയാൾക്ക് സംതൃപ്തിപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ആയതുകൊണ്ട് IC1 എന്ന സംതൃപ്തിയോ IC3 എന്ന ഇതോ പറ്റില്ല. എവിടെയാണ് അയാൾക്ക് പരമാവധി സംതൃപ്തി കിട്ടുക? അയാളുടെ കയ്യിലുള്ള പൈസയും അയാൾ വാങ്ങിക്കുന്ന സാധനത്തിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തിയും രണ്ടും തുല്യമാകുന്ന, അതായത് ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പും ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പും തമ്മിൽ തുല്യമാകുന്ന ഈ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എന്ന ആ പോയിന്റിലാണ് അയാൾക്ക് പരമാവധി സംതൃപ്തി നൽകുക. അങ്ങനെയാണെങ്കിൽ ഉപഭോക്താവിന് സംതൃപ്തി നൽകുന്നത് പറഞ്ഞാൽ എന്താണ്? ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ്. -P1/P2 is equal to marginal rate of substitution. അതായത് സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് ഇത് തമ്മിൽ തുല്യമാവുന്ന ഈ എന്ന പോയിന്റിൽ, ഈ എന്ന ബിന്ദുവിലാണ് ഒരു ഉപഭോക്താവ് സന്തുലനാവസ്ഥയിൽ എത്തും. ഇത്രയേ ഉള്ളൂ ഉപഭോക്താവിന്റെ സന്തുലനാവസ്ഥ. ശ്രദ്ധിച്ചോളാം, ഉപഭോക്താവിന്റെ സന്തുലനാവസ്ഥ എന്ന് പറഞ്ഞാല് ഒരു സാധനം ഉപയോഗിച്ചിൽ നിന്നും കിട്ടുന്ന ഒരു ഉപഭോക്താവിന് ലഭ്യമാകുന്ന പരമാവധി സംതൃപ്തി, പരമാവധി സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തിയാണ് ഉപഭോക്താവിന്റെ സന്തുലനാവസ്ഥ എന്ന് പറയുന്നത്. ഉപഭോക്താവിന് എപ്പോഴാണ് സന്തുലനാവസ്ഥ കിട്ടുന്നത്? അയാൾക്ക് ചെലവാക്കുന്ന അയാളുടെ കയ്യിലുള്ള പൈസയും അയാൾ വാങ്ങിക്കുന്ന സാധനത്തിൽ നിന്ന് സംതൃപ്തിയും ഏകദേശം തുല്യമാകുമ്പോഴാണ്. അതായത് നമ്മളൊരു സാധനം വാങ്ങിക്കുകയാണ്, അപ്പൊ നമ്മുടെ കയ്യിൽ സാധനം വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടാവണം. അതുപോലെ തന്നെ ആ സാധനത്തിൽ നിന്നും നമുക്ക് പരമാവധി സംതൃപ്തി കിട്ടുകയും ചെയ്യണം. അത് രണ്ടും തുല്യമായാൽ മാത്രമാണ് ഒരു ഉപഭോക്താവ് സന്തുലനാവസ്ഥയിൽ എത്തുക. അതായത് ഇനി അധികം വേണ്ട, എനിക്ക് പരമാവധി കിട്ടി എന്ന ഒരു തോന്നൽ ഉപഭോക്താവിന് ഉണ്ടാവുക. അത് ഉണ്ടാവുന്ന പോയിന്റ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പും ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പും തമ്മിൽ കൂടിച്ചേരുന്ന ആ ഭാഗമാണ്. എന്താണ് ബഡ്ജറ്റ് ലൈൻ? ഉപഭോക്താവ് തന്റെ കയ്യിലുള്ള പണം മുഴുവനും ചെലവഴിച്ചുകൊണ്ട് അയാൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രണ്ട് സാധനങ്ങളുടെ സംയോഗങ്ങളെ കൂട്ടിച്ചേർത്ത് വരയ്ക്കുന്ന വക്രമാണ് എന്തെന്ന് പറയുന്നത്, രേഖയാണ് എന്തെന്ന് പറയുന്നത് ബഡ്ജറ്റ് രേഖ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അതേസമയം ഇൻഡിഫറൻസ് കർവ് പറഞ്ഞാൽ എന്താണ്? ഒരു ഉപഭോക്താവിന് പരമാവധിയും എന്താ പറയാ തുല്യവും സംതൃപ്തി നൽകുന്ന രണ്ട് സാധനങ്ങളുടെ സംയോഗങ്ങളുടെ, രണ്ട് സാധനങ്ങളുടെ ബണ്ടിലുകളുടെ സംയോഗങ്ങളെ കൂട്ടിച്ചേർത്ത് വരയ്ക്കുന്ന വക്രമാണ് എന്തെന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഇൻഡിഫറൻസ് കർവ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? തുല്യ സംതൃപ്തിയാണ് സൂചിപ്പിക്കുന്നത്. ഉയർന്ന തരത്തിൽ പോകുന്തോറും ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ നിസ്സംഗതാവക്രത്തിന് സംതൃപ്തി കൂടുകയും താഴോട്ട് പോകുന്തോറും നിസ്സംഗതാവക്രത്തിന്റെ സംതൃപ്തി കുറയുകയുമാണ് ചെയ്യുന്നത്. അതിനാണ് പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഡയഗ്രാം നോക്കൂ. അപ്പൊ ബഡ്ജറ്റ് ലൈൻ സ്ലോപ്പ് കാണാൻ എങ്ങനെയാണ്? -P1/P2 ആണ്.
അങ്ങനെയാണെങ്കിൽ ആ ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -P1/P2 ആണെങ്കിൽ ഇൻഡിഫറൻസ് കറവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുണ്ട് ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് കർവായിട്ട് മാറാനായിട്ട് കാരണം. എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ? സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു സാധനം ഒന്നിന്റെ അതായത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ x2y അതായത് സാധനം x എന്ന സാധനത്തിന്റെ അല്ലെങ്കിൽ ഗുഡ് 1ന്റെ ഒരു മാത്രയെങ്കിലും കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടി ത്യജിക്കപ്പെടുന്ന ഗുഡ് 2ന്റെ അളവാണ് എന്തെന്ന് പറയുന്നത്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ കാണുക? അതായത് ഡെൽറ്റ x2 ബൈ ഡെൽറ്റ x1. x2 എന്ന് പറഞ്ഞാൽ ഗുഡ് 2 ആണ്. x2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ് 2. x1 എന്ന് പറഞ്ഞാൽ ഗുഡ് 1 ആണ്. അതായത് ഡെൽറ്റ x2 ബൈ ഡെൽറ്റ x1. ഡെൽറ്റ പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ x2 ടു ചേഞ്ചസ് ഇൻ x1. അത് തമ്മിലുള്ള റേഷ്യോ ആണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് സംതൃപ്തിയിലെത്തുക? അതായത് പരമാവധി ഉപഭോക്തൃ സന്തുലനാവസ്ഥയിലെത്തുക എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് ആയിട്ടുള്ള -P1/P2 മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് അത് ഡെൽറ്റ x2 ബൈ ഡെൽറ്റ x1 അത് തമ്മിൽ തുല്യമാവണം. അതായത് -P1/P2 is equal to delta x2 by delta x1 ഇത് രണ്ടും തുല്യമാവുന്ന ആ പോയിന്റിലാണ് എന്ത് ഉപഭോക്താവ് സന്തുലനാവസ്ഥയിൽ എത്തുക എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 ഇൻഡിഫറൻസ് കർവ് തന്നിട്ടുണ്ടാവും. ശ്രദ്ധിച്ചോളാം. IC1, IC2, IC3 ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുകളിലോട്ട് പോകുന്തോറും ഇൻഡിഫറൻസ് കർവ് മുകളിലോട്ട് പോകുന്തോറും ഉയർന്ന തലത്തിലേക്ക് പോകുന്തോറും ഉയർന്ന സംതൃപ്തിയും താഴോട്ട് പോകുന്തോറും താഴ്ന്ന സംതൃപ്തിയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? നോക്കൂ, IC1 എന്ന ഇവിടെ വേണമെങ്കിൽ അയാൾക്ക് സംതൃപ്തി കിട്ടിക്കൂടെ? അത് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബഡ്ജറ്റ് അയാളുടെ കയ്യിലുള്ള പണത്തിനേക്കാൾ കുറഞ്ഞ അളവിലാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ആ സംതൃപ്തി എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് അയാൾക്ക് പരമാവധി അയ്യോ മതി എന്ന് പറയാനായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ IC3 എന്ന് സെലക്ട് ചെയ്തൂടെ? IC3 നോക്കൂ, ഈ ബഡ്ജറ്റ് ലൈനേക്കാൾ പുറത്ത് കിടക്കുന്ന ഒരു ഇൻഡിഫറൻസ് കർവാണ് IC3 എന്ന് പറയുന്നത്. അവിടെ സംതൃപ്തി കൂടുതലാണ്, കാര്യക്ഷമമായ സംതൃപ്തി കിട്ടുന്നുവെങ്കിലും ബഡ്ജറ്റ് ലൈന് പുറത്തായതുകൊണ്ട് അയാൾക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കാനോ അയാളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് ലൈനേക്കാൾ മുകളിലാണ് ആ സാധനങ്ങളുടെ വില, അതുപോലെ തന്നെ ആ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സംതൃപ്തി കൂടുതലാണെങ്കിലും അയാൾക്ക് ആ സാധനം വാങ്ങിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് IC3യും പറ്റില്ല. ഈ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവ് IC2 എന്ന ഇൻഡിഫറൻസ് കർവും രണ്ടും തമ്മിൽ ടാൻജന്റ് ആയിട്ടുള്ള അതിന്റെ അതായത് ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പും ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പും തമ്മിൽ ടാൻജന്റ് ആയിട്ടുള്ള ആ പോയിന്റിലാണ് ആര് സന്തുലനാവസ്ഥയിൽ എത്തുക? ഉപഭോക്താവ് സന്തുലനാവസ്ഥയിൽ എത്തുക.